അടുത്തൊരു മുംബൈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ബാലചന്ദ്രൻ തൻ്റെ എല്ലാ കർത്തവ്യങ്ങളും തീർന്നു എന്ന പോലെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അത് ഗോവർദ്ധൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എനിക്കറിയാവോ, ആ വീട്ടിൽ 23 വർഷം ഞാനൊരു മണ്ടനെ പോലെ കഴിയുകയായിരുന്നു. എനിക്ക് അയാളടുത്ത് ദേഷ്യമെന്നാൽ തോന്നേണ്ടതായിരുന്നു. എന്നാൽ അലീന കാരണം, അലീനയ്ക്ക് വേണ്ടി ഞാനത് ചെയ്തില്ല. അലീന എൻ്റെ സ്വന്തം മകളെപ്പോലെ അവളുടെ സ്നേഹം കൊണ്ട് എന്നെ മൂടുകയായിരുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം അവൾ നോക്കുമായിരുന്നു. എനിക്ക് അവൾ പോകുമ്പോഴത്തേക്കും വിഷമമുണ്ട്. എന്തായാലും അവളുടെ അച്ഛനെ തിരിച്ച് കിട്ടുന്നില്ലേ, അതെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ വൈജയന്തി, സ്വന്തം അമ്മയ്ക്ക് പോലും അവളെ വേണ്ട, പിന്നെ എന്തിനാ? പക്ഷേ തിരിച്ചറിയുന്ന ആ നിമിഷമില്ലേ, അവൾ ഒരുപാട് വേദനിക്കും. എനിക്കത് കണ്ട് ചിരിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നിൻ്റെ ആ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഗോവർദ്ധൻ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നു. എന്തായാലും ഈ ഗതി ആർക്കും ഉണ്ടാവരുത്. ആ വീട്ടിൽ ഒന്നുമല്ലാതെ ഞാൻ അവിടെ കഴിഞ്ഞു, ഒന്നും അറിയാതെ. എന്നാൽ അവളെ വീട്ടുകാരും അവളും നല്ലതുപോലെ അഭിനയിച്ച് തീർത്തില്ലേ ഇത്രയും കാലം, അതിന് അവരെ അനുഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്തായാലും എല്ലാം അലീനയ്ക്ക് വേണ്ടിയല്ലേ എന്ന് ആലോചിച്ച് ഞാൻ സമാധാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി പറയുന്നുണ്ട്, ഇത് നിൻ്റെ അച്ഛനാണ്, ഇതാണ് ഞാൻ കണ്ടുപിടിച്ച ആളെന്നൊക്കെ പറഞ്ഞ് ആദ്യം ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അലീൻ്റെ അടുത്ത്. അച്ഛൻ വരും, കൂട്ടിക്കൊണ്ട് പോകും, അച്ഛൻ പെട്ടെന്ന് തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അലീനയ്ക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. തൻ്റെ അച്ഛനായിട്ട് സ്വീകരിച്ച് ബാലചന്ദ്രനെയായിരുന്നു അച്ഛാന്ന് വിളിച്ചതും. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് കൃഷ്ണയെടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീന കേട്ട് കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി ഇവിടുന്ന് പോവരുത്, ഞങ്ങളുടെ സ്വന്തം ചേച്ചി തന്നെയാണ്. എന്തായാലും ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ ഞാൻ ഇവിടുന്ന് പോകാതെ ഒരു കാര്യവും നടക്കില്ല. നിങ്ങളുടെ അമ്മ ഇവിടെ വരണമെങ്കിൽ ഞാൻ പോയേ പറ്റൂ. നിങ്ങളുടെ അല്ല ചേച്ചി, നമ്മുടെ, അത് തന്നെയാണ്. പക്ഷേ അമ്മ അറിഞ്ഞാൽ ആ നിമിഷം എന്താ സംഭവിക്കുകയെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനുമുമ്പേ ഞാൻ ഇവിടുന്ന് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കൃഷ്ണമോള് വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ കാര്യം നോക്കണ്ട, അച്ഛനും അതുപോലെ തന്നെ ഇനി അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്നും എനിക്കറിയില്ല. അറിയുമ്പോഴുണ്ടാവുന്ന അതുപോലെ തന്നെ ബബിതയുടെ കാര്യം അതുപോലെ തന്നെയാണ്. എന്താ ചെയ്യുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല. ചേച്ചി പോകുമ്പോഴുണ്ടാകുന്നൊരു ഏകാന്തത അത് വളരെ വലുതാണ് ചേച്ചി എന്നൊക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട്. അങ്ങനെ അലീനയുടെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ സുരക്ഷിതമായ കയ്യിൽ തന്നെ ഏൽപ്പിക്കാൻ പോകുന്നത്, നിൻ്റെ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കുക. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ ഇവിടുന്ന് മാറി നിന്നത്, നിനക്ക് വേണ്ടി മാത്രം. അത് എനിക്ക് ഒരുപാട് സ്നേഹം നീ വാരിക്കോരി തന്നിട്ടുണ്ട്, അതിന് പകരമൊന്നും ആകില്ല. എന്തായാലും അവളും തിരിച്ചറിഞ്ഞില്ലല്ലോ നിന്നെ, അതിന് ഭാഗ്യമില്ലെന്ന് കരുതിയാൽ മതി അവൾക്ക് നിൻ്റെ സ്നേഹത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് അലീനയുടെ കണ്ണ് നിറയുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും വിഷമിക്കാതെ ഇനിയും സന്തോഷത്തോടെ ഒരു രാജകുമാരിയെ പോലെ ആ വീട്ടിൽ നീ വാഴണം. എനിക്ക് അത് കാണണം. ഞാനത് കാണാൻ വേണ്ടി ഇടയ്ക്ക് അങ്ങോട്ട് വരികയും ചെയ്യും എന്ന് ബാലചന്ദ്രൻ അലീനടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കണ്ണുകളോടെ അലീന പറയുന്നു, എനിക്ക് അച്ഛൻ മതി. എന്തായാലും അച്ഛനെ പോലെ ആകില്ല വേറൊരാളും. 34 വർഷത്തിനിടയിൽ ഞാൻ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളത് ഈ അച്ഛനെയാണ്, അല്ലാതെ ഇനി വരാൻ പോകുന്ന സ്വന്തം അച്ഛനെയല്ല. പക്ഷേ എൻ്റെ അടുത്ത് നീ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് പോലും എനിക്കറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. ഇത് കണ്ടിട്ട് ബബിത ഓടി വരിക, അതുപോലെ രോഹിത്തും വരുന്നുണ്ട്. വന്നിട്ട് പറയുക, എന്താ നിങ്ങളൊക്കെ അറിയേണ്ട ഒരു സത്യമുണ്ട്, അലീന ഇവിടെ നിന്ന് പോവുക. പക്ഷേ നിങ്ങൾ പല പ്രാവശ്യം എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലീന ആരാന്ന്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു ഒരു വേലക്കാരിയാന്ന്, അതിനുശേഷം പറഞ്ഞു എൻ്റെ മകളാന്ന്. പക്ഷേ അതുപോലും ഈ അലീന മാറ്റി പറഞ്ഞു. പക്ഷേ ഇന്ന് നിങ്ങൾ അറിയണം ഈ അലീന ആരാണെന്ന്, നിങ്ങളുടെ സ്വന്തം ചേച്ചി തന്നെയാണ്. എന്നാൽ വൈജയന്തിയുടെ മകൾ, ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും, നിങ്ങളുടെ അമ്മയുടെ മൂത്ത മകളാണ് അലീന. ഇത് കേട്ടത് ഞെട്ടലോടെ ബബിതയും രോഹിത്തും നിൽക്കുന്ന ഭയങ്കര കരച്ചിലായിരുന്നു.
ഇത്രയും നാൾ ചേച്ചിയായിരുന്നോ ഞങ്ങളെ കുറേ നാൾ വേദനിപ്പിച്ചത്? എന്നാലും കുറച്ച് നാൾ ചേച്ചിയെ പോലെ സ്നേഹിച്ചുവെങ്കിലും അത് ഇനി ഉണ്ടാവില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ടെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. കരയരുത്, ഞാൻ നിങ്ങളെ കൂടെ തന്നെയുണ്ട്. ഞാൻ വേറെ ഇടം പോലല്ലോ പോകുന്നത്. ഞാൻ എപ്പോഴായിരുന്നാലും എവിടെ പോയിരുന്നാലും നിങ്ങളുടെ കൂട്ടത്ത് ഞാൻ ഉണ്ടാവും, ഞാൻ വരും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. ഞാൻ ഇവിടുന്ന് പോയാലേ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരുള്ളൂ. അത് നിങ്ങൾക്കറിയാമല്ലോ. അമ്മ കൂടെ പോയത് ഞാൻ കാരണമാണ്. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഒരു തടസ്സവും ആർക്കും ഉണ്ടാക്കില്ല. അതിൻ്റെ ഒരു തീരുമാനമാണ്. ആരും വിഷമിക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞങ്ങളുടെ സ്വന്തം ചേച്ചിയായിരുന്നു അമ്മ. ഇത്രയും നാൾ അമ്മ എന്തുമാത്രം ദേഷ്യം കാണിച്ചു ഈ വീട്ടിൽ. ഞങ്ങളും കൂടെ നിന്ന് കുറേ ഉപദ്രവിച്ചു. എന്നാൽ അച്ഛനാണെങ്കിലും കൃഷ്ണയാണെങ്കിലും ചേച്ചിയുടെ അടുത്ത് ഇത്രത്തോളം സ്നേഹം കാണിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അച്ഛൻ്റെ മകളാണെന്നാണ്. പക്ഷേ അത് വേറൊരു തരത്തിൽ ഞങ്ങളെ ചേച്ചിയെ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇവിടുന്ന് പോകരുത് എന്ന് അപേക്ഷിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുക, അവൾ പോട്ടെ, അവൾ സ്വന്തം അച്ഛൻ്റെ കൂടെയാണ് പോകുന്നത്. അച്ഛൻ്റെ സ്നേഹമില്ലാതെ വളർന്നു. അമ്മയുടെയും അതുപോലെ തന്നെയാണ്. ഒരു ഏകാന്ത ജീവിതമായിരുന്നില്ലേ? ഇനിയെങ്കിലും സന്തോഷത്തോടെ ആ വീട്ടിൽ ജീവിക്കട്ടെ. എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കും. അത്രയ്ക്ക് എല്ലാമുണ്ട് അവൾക്കവിടെ. അവളും അയാളുടെ മകളായിട്ട് അവിടെ ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് കൃഷ്ണ പറയുന്നുണ്ട്, എനിക്ക് ആരെടുത്തും ഒരു ദേഷ്യവുമില്ല. അമ്മയുടെ അടുത്ത് ഒന്നാമതും ദേഷ്യമില്ല. അവർ എങ്ങനെയാണോ പിരിഞ്ഞതെന്നോ അതുപോലെ തന്നെ എൻ്റെ സ്വന്തം അച്ഛൻ എങ്ങനെയാണോ എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇനി എങ്ങനെ എന്നെ കാണുമെന്നോ എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്കാണെങ്കിൽ പോകാൻ മനസ്സില്ല. പക്ഷേ അച്ഛനാണെങ്കിൽ തേടി പിടിച്ചുകൊണ്ട് വന്നതാ എൻ്റെ സ്വന്തം അച്ഛനെ. ദേഷ്യം കാണിക്കാതെ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചിട്ട് വന്നില്ലേ? അതിൻ്റെ ഒരു മനസ്സ് അത് വേറെ തന്നെയാണ് എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശിയെയും മനുവിനെയും എല്ലാവരും കണ്ട് യാത്ര പറയണം, എനിക്കങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് അലീനയെ കൊണ്ടുപോവുകയാണ് രോഹിത്ത്. അങ്ങനെ അലീന അവിടെ പോവുകയും പോയി കയറുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്നത് വൈജയന്തിയായിരുന്നു. നീ എന്താ പോയില്ലേ? എൻ്റെ നാശം കാണാൻ വേണ്ടിയാണോ നീ തിരിച്ച് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് പെരുമാറുന്നുണ്ട്. ഞാൻ ഇനി പോവാൻ പോവുക. നീ പോകാൻ പോവുകയാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതുവഴി അങ്ങ് പൊയ്ക്കൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടു നിന്ന മനു പറയുന്നുണ്ട്, വേണ്ട ആൻറ്റി, ഒന്നും പറയരുത്. നീ ആരാ ഇതൊക്കെ പറയാൻ? നീ മിണ്ടരുത്. നിൻ്റെ അടുത്ത് മനു ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യവും, നീ ഞാൻ പറയുമ്പോൾ ഒന്ന് സംസാരിക്കാൻ നിൽക്കരുതെന്ന് എന്ന് വൈജയന്തി പറയുന്നുണ്ട്. അങ്ങനെ അലീന തിരിച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു 23 വർഷങ്ങൾ മുമ്പ് അങ്ങ് ആഗ്രയിലൊരു ജീവിതം ഉണ്ടായിരുന്നു. അവിടെ വേറൊരാളുമായിട്ട് ജീവിച്ചും ഇരുന്നു. പക്ഷേ അതിൽ നിങ്ങൾക്കൊരു മകളുണ്ടായിരുന്നു. ഇതെല്ലാം ഓരോന്ന് പറയും തോറും ഭയങ്കര സങ്കടത്തോടെ ദേഷ്യത്തോടെയും അതെല്ലാം കേട്ട് അമ്പരപ്പോടെ നിൽക്കുന്ന ആ വൈജയന്തിയാണ് കാണുന്നത്. അങ്ങനെ വൈജയന്തിയുടെ അടുത്ത് വീണ്ടും അലീന പറയുന്നു, അങ്ങനെയാണെങ്കിൽ മനസ്സിലായിക്കൂടെ? ആ മകള് അത് ഞാനാ, അമ്മയുടെ സ്വന്തം മകള് അത് ഞാനായിരുന്നു. പക്ഷേ ഞാനിനി ആർക്കൊരു ശല്യമാകില്ല, ഇവിടെ നിന്ന് പോകും എന്ന് കേട്ടതും ഉടനെ തന്നെ അലീനയെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഒരു സഹതാപത്തോടെ ഒരു ദേഷ്യത്തോടെയും അമ്പരപ്പോടെ അല്ലാതെ വേറെ ഒന്നും നോക്കാൻ കഴിയുന്നില്ല. സത്യമാണോ എന്താണെന്നോ പറയാനറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഇതൊന്നും കേൾക്കാത്ത രീതിയിൽ നിന്ന അലീന ഓരോ തവണയും അമ്മയെന്ന് വിളിക്കാൻ വേണ്ടിയും കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഒരവസരവും എനിക്ക് കിട്ടിയിരുന്നില്ല. ഇനി അത് എനിക്ക് കിട്ടാനും പോകുന്നില്ല, എനിക്കറിയാം. പക്ഷേ ഞാൻ പോകുന്നത് വേറെ ആരുടെയും കൂടെയല്ല, എൻ്റെ സ്വന്തം അച്ഛൻ്റെ കൂടെയാണ്. അമ്മയ്ക്ക് മനസ്സിലായല്ലോ, സ്റ്റാൻലി ജോസഫ് എന്ന എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞതും ഭയങ്കര ഞെട്ടി ഇങ്ങനെ നിൽക്കുക. ആ നിപ്പ് കണ്ടപ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, ഞെട്ടയൊന്നും വേണ്ട, എന്തായാലും ഇതായിരുന്നു സത്യം. ഇത്രയും നാൾ എന്നെ എന്തെല്ലാം കാണിച്ചു പറഞ്ഞു, എന്നിട്ടും എനിക്ക് അമ്മയുടെ അടുത്ത് ഇപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ എന്തിനാ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അമ്മയ്ക്ക് ഇതൊരു നിസ്സാരം പോലെ അമ്മ കാണുള്ളൂ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അലീന ഒരു സഹതാപ നോട്ടം കൂടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അലീനയെ.
എന്നിട്ട് പറയുന്നുണ്ട്, എന്താ പറയണമെന്നറിയാതെ നിൽക്കാൻ തോന്നുന്നില്ലേ അമ്മയ്ക്ക്? ഇനി എനിക്ക് ഞാനാണെങ്കിൽ അമ്മ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇത്രയും നാൾ. ഇനി ഞാൻ കുറച്ച് നേരം പറഞ്ഞത് കേട്ട് നിന്നില്ലേ? അതിന് വളരെ നന്ദിയുണ്ട്. എന്നായാലും എൻ്റെ അമ്മയെ എനിക്ക് കാണാൻ പറ്റി. എൻ്റെ അച്ഛനെ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ മുറിയിൽ തന്നെ ഒന്നും ആലോചിക്കാതെ, ഒന്നും മിണ്ടാതെ, ഒരക്ഷരം ഒന്നും തിരിച്ചു പോലും പറയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ. അടുത്ത് പോയി കാണാൻ പോയത് മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശിയുടെ അടുത്ത് യാത്ര പറയാൻ പോയതും മുത്തശ്ശിയാണെങ്കിൽ കൈ പിടിച്ച് നല്ലതായിട്ട് കരയുന്നുണ്ട്. മോളാണെങ്കിൽ എന്നെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് അവിടെ നിന്നപ്പോഴത്തേക്കും. എന്നാൽ ഇന്നാണെങ്കിൽ നീ തിരിച്ചു പോകുന്നു, അതും ഈ വീട്ടിലെ ഒരു കുഞ്ഞായിരുന്നിട്ടും ഞങ്ങളത് മനസ്സിലാക്കാൻ താമസിച്ചു പോയി മോളെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നീ പോകണ്ട, ഇനി ഇവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല മുത്തശ്ശി, എനിക്ക് പോയേ പറ്റുള്ളൂ, അതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളടുത്തെല്ലാം പറയാൻ വന്നത് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അവസാനം മനുവിൻ്റെ യാത്ര പറയുന്നുണ്ട്. മനുവിൻ്റെ അടുത്ത് യാത്ര പറയുമ്പോൾ പറയുക അലീന, എനിക്കാണെങ്കിൽ ഒരുപാട് സ്നേഹം തന്ന ആളാണ്. അതുപോലെ തന്നെ എനിക്കും തിരിച്ചും ഇഷ്ടമുണ്ട്. അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇന്ന് എനിക്ക് അച്ഛനും അമ്മയുമുണ്ട്. എനിക്ക് ധൈര്യത്തോടെ പറയാം, എനിക്ക് ആരുമില്ല, അനാഥയല്ല ഞാൻ. പക്ഷേ ഇന്ന് എന്നെ തിരിച്ചറിഞ്ഞ അമ്മ ഇന്നാണ് എന്നെ തിരിച്ചറിഞ്ഞത്. എന്നാൽ ഒരക്ഷരം പോലും മിണ്ടിയില്ല. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഒരു സന്തോഷമുള്ള നിമിഷങ്ങളായിട്ട് ഞാൻ കരുതാൻ പോവുക. ഇനിയാണെങ്കിൽ എന്നെ കാണണമെങ്കിൽ അങ്ങ് വന്നാൽ മതി, ഞാൻ അവിടെ കാണും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയും ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അച്ഛനെ ഒന്ന് ശ്രദ്ധിച്ചോണം. എനിക്കാണെങ്കിൽ എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യുകയും ചെയ്യും. അതെനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും ഉണ്ട് അച്ഛൻ്റെ അടുത്ത്. എന്നാൽ ഇനി അതൊന്നും പറയാൻ പറ്റില്ല. അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് അതും വിഷമമുണ്ട്. ഇനി എന്നെ ആലോചിച്ചായിരിക്കും ഇനിയുള്ള വിഷമങ്ങളെല്ലാം. പക്ഷേ ഞാൻ ഇത്രയും നാൾ വിഷമിച്ചതിന് ഒരംശം പോലും ആയിരിക്കില്ല അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ എന്നെ ഇനി ആരും തേടി വരരുത്. ഞാൻ ആരെയും തേടി ഇനി ഇങ്ങോട്ടും വരില്ല. എന്നെ ഞാനാക്കിയ എൻ്റെ ഇവിടുത്തെ ഒരു അച്ഛനുണ്ട്, ബാലചന്ദ്രൻ. അവരാണെങ്കിൽ തെറ്റിദ്ധരിക്കരുത്, ഒരു പാവമാണ് എന്നൊക്കെ വൈജയന്തിയുടെ അടുത്ത് പറഞ്ഞ കാര്യം വൈജയന്തി ഇങ്ങനെ ആലോചിക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട്. എൻ്റെ സ്വന്തം മകളെയായിരുന്നു ഞാൻ ഇത്രയും നാൾ നോവിച്ചത്, വേദനിപ്പിച്ചത് എന്ന് ആലോചിച്ച് അവിടെ ഇരുന്ന് കരഞ്ഞിരിക്കുക ആ റൂമിൽ. ഇത് കണ്ടിട്ട് മനു വന്ന് ചോദിക്കുന്നുണ്ട്, കണ്ടോ, ഞാൻ എത്ര നാൾ പറഞ്ഞിട്ടുണ്ട് അവളെ ഒന്നും പറയരുതെന്ന്. എന്നാൽ ആ സമയത്തൊന്നും മിണ്ടാതെ ആശ്വസിപ്പിക്കാനാവാതെ ഞാൻ കുറേ നാൾ നിന്നിട്ടുണ്ട് ആൻറ്റിയുടെ മുന്നിൽ. പക്ഷേ ഒന്നും മനസ്സിലാകാത്തതുകൊണ്ടേയിരിക്കും ആൻറ്റി ആണെങ്കിൽ പ്രതികരിച്ച് വേറെ രീതിയിലായിരുന്നു. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ ആരായിരുന്നു അലീന ആയിരുന്നെന്ന്? ആൻറ്റിയുടെ സ്വന്തം മകളായിരുന്നു. അത് ഞങ്ങൾക്കറിയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും സപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ആൻറ്റിയാണെങ്കിൽ അവളുടെ അടുത്ത് കാണിച്ചു കൂട്ടിയ ഓരോ കാര്യങ്ങളും വിഷമങ്ങൾ കൂട്ടേ ഉള്ളൂ അല്ലേ ആൻറ്റി എന്ന് മനു ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ലാതെ മിണ്ടാതിരിക്കുന്ന വൈജയന്തിയെ കണ്ടിട്ട് മനു പറയുക, ഇനിയെങ്കിലും ആ പഴയ ദേഷ്യങ്ങളൊക്കെ മാറ്റി എല്ലാവരും ഒന്ന് സ്നേഹിക്കാൻ പഠിക്കണം. മൃഗത്തെ പോലുള്ള ആ ഒരു നോട്ടമില്ലേ ആ അലീനയെടുത്ത് എത്ര പ്രാവശ്യം ഇങ്ങനെ നോക്കിയും പേടിപ്പിച്ചും വഴക്ക് പറഞ്ഞു ഇരുന്നിട്ടുള്ളത്, അതൊന്നും ഒരിക്കലും എനിക്ക് പോലും മറക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവളൊരു നല്ല കുട്ടിയായതുകൊണ്ട് അതെല്ലാം മറന്ന് ക്ഷമിച്ച് ഇപ്പോഴും നിങ്ങളെ മുന്നിൽ വന്ന് യാത്ര പറഞ്ഞിട്ട് പോവുക. അത് ഒരിക്കലും പറയാൻ പറ്റാത്ത വലിയൊരു സംഭവം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് മനു പറയുകയും ചെയ്യുന്നുണ്ട്. അത് കേട്ട് വൈജയന്തി ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശി വിളിക്കുന്നുണ്ട്. അലീന പോകുന്നെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞൂടെ പോകണ്ടെന്ന്? അപ്പോഴത്തേക്ക് മനു പറയുക, ആര് പറഞ്ഞാലും നിൽക്കില്ല. അങ്കിളാണെങ്കിൽ കൊണ്ടുവന്നതാ അലീനയുടെ അച്ഛനെ. അതും പോയി അന്വേഷിച്ച് തേടി പിടിച്ച് കൊണ്ടുവന്നതാ അലീന സുരക്ഷിതമായിരിക്കണമെന്ന്. എന്തായാലും അവൾ ആ വീട്ടിൽ രാജകുമാരിയെ പോലെ വാഴും. അങ്ങനെ നോക്കും അവളുടെ സ്വന്തം അച്ഛൻ. ഇവിടെ താമസിച്ചത് ഒരു വേലക്കാരിയെ പോലെ ആയിരുന്നില്ലേ? എന്നാൽ ഇനിയാണ് അലീനയുടെ ജീവിതത്തിലെ പുതിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്.
അലീനയുടെ അടുത്ത് പറഞ്ഞ് കേട്ട് അനു പറയുന്ന കേട്ട് അലീന പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് നിങ്ങളൊക്കെ പ്രിയപ്പെട്ടവരാ, ഞാൻ നിങ്ങളെ ആരും ഒരിക്കലും മറക്കില്ല, ഞാനത് എവിടെ പോയാൽ